നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വലിയ ലക്ഷ്യം പ്ലേ ഓഫ് എന്നത് തന്നെയാണ്. ഇപ്പോഴും പ്രതീക്ഷകൾ സജീവമാണ്. പക്ഷേ അടുത്ത കളി വിജയിക്കണം. എതിരാളികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. വരുന്ന ശനിയാഴ്ചയാണ് ആ മത്സരം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പോൾ 16 കളികളിൽ നിന്ന് 24 പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. ഇന്നലത്തെ കളിയിൽ അവർ FC ഗോവയെ 1-1 സമനിലയിലാണ് തളച്ചത്. ബ്ലാസ്റ്റേഴ്സിന് 16 കളി 20 പോയിന്റ്. അപ്പോൾ അടുത്ത കളിയിൽ നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അവർക്ക് തൊട്ടുപുറകിലെത്താൻ പറ്റും. തീർച്ചയായിട്ടും ഈ ഒരു പ്ലേ ഓഫ് കണ്ടൻറ്റേഴ്സ് ആയിട്ട് ബ്ലാസ്റ്റേഴ്സിന് തുടരണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ ആ ഒരു വിജയം അനിവാര്യമാണ്. പക്ഷേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നോക്കുക, കഴിഞ്ഞ 5 കളികളായിട്ട് അവർ അൺബീറ്റഡ് ആണ്. നോക്കുക, ഇപ്പം FC ഗോവയ്ക്കെതിരെയാണ് അവരുടെ 1-1 സമനില ഇന്നലെ വന്നത്. അതിന് മുമ്പത്തെ മത്സരം പഞ്ചാബ് FCക്കെതിരെ 1-1 സമനില. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും മുഹമ്മദൻ SCയും തമ്മിൽ അതിന് മുമ്പ് നടന്ന മത്സരം ഗോൾ രഹിത സമനില. മുംബൈ സിറ്റി FC അവർ തോൽപ്പിച്ചത് 3-0. ഹൈദരാബാദ് FC അവർ തോൽപ്പിച്ചത് 5-2. ചുരുക്കത്തിൽ കഴിഞ്ഞ 5 മത്സരങ്ങളായിട്ട് അവർ പരാജയം എന്തെന്നറിഞ്ഞിട്ടില്ല. അതങ്ങ് തീർക്കണം. ആ അൺബീറ്റൺ റൺ അങ്ങ് അവസാനിപ്പിക്കണം ബ്ലാസ്റ്റേഴ്സ്. അതിനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഇന്നലത്തെ മത്സരം ജിതിൻ MS ഗോളിലൂടെയാണ് അവർ FC ഗോവയെ സമനിലയിൽ തളച്ചത്. ആ ഗോളിന് അസിസ്റ്റ് കൊടുത്തത് അലാദിൻ അജാരിയാണ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കളി പിടിക്കണമെങ്കിൽ അദ്ദേഹത്തെ തടഞ്ഞേ പറ്റൂ. അലാദിൻ അജാരി 20 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ സീസണിൽ ഓൾറെഡി സ്വന്തമാക്കി കഴിഞ്ഞു. അതായത് ഗോളടിയുടെ കാര്യത്തിൽ അദ്ദേഹമാണല്ലോ നിലവിൽ 1-ാം സ്ഥാനത്ത്. 15 ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ വക. അസിസ്റ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹം 2ാമതുണ്ട് ISL ഈ സീസണിൽ. 5 അസിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ. അങ്ങനെ ഗോൾ കോൺട്രിബ്യൂഷൻസ് 20 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഭയക്കേണ്ടത് ആ താരത്തെയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ നമുക്ക് ഒരല്പം പേടിയുണ്ട്, ആശങ്കയുണ്ട്. ഇതുമാതിരി ഒരു താരത്തെ എങ്ങനെ തടയും എന്നുള്ളതാണ് നമ്മളിനി ഉറ്റുനോക്കുന്നത്. അത്രയും മികച്ച പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സീസണിൽ നോക്കുക, 16 അപ്പിയറൻസുകളിൽ നിന്ന് 1345 മിനിറ്റ് കളിച്ച് 15 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. അതായത് ഗോൾ കോൺട്രിബ്യൂഷൻ 20, 73% പാസിംഗ് ആക്യുറസി, ഓപ്പോസിഷൻ ബോക്സിൽ 109 ടച്ചുകൾ, 264 സക്സസ്ഫുൾ പാസുകൾ, 31 ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു, 26 കീ പാസുകൾ, 24 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ. അങ്ങനെ മിന്നും പ്രകടനം, 30 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ, അതുപോലെ 85 ഡ്യുവൽസ്, ഗോൾ കൺവേർഷൻ 24.59%. അങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും ഇപ്പോൾ ഒരു കളിയിൽ അദ്ദേഹത്തിൻ്റെ ഗോളിൻ്റെ കണക്ക് നോക്കിയാൽ 0.94 ആണ്. അതായത് നിയർലി 1 ഗോൾ പെർ ഗെയിം എന്ന രൂപത്തിൽ അദ്ദേഹം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ മുതലിനെ തടയണം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് വെച്ച് അതിന് കഴിയുമോ? ഗോളും അസിസ്റ്റും കൊടുക്കാതെ അദ്ദേഹത്തെ പൂട്ടിയാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷെ അതിന് സാധിക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്നതിന് ഒരുങ്ങാൻ അധികം ദിവസങ്ങളില്ല. കളി വരുന്നത് നമുക്കറിയാമല്ലോ, ശനിയാഴ്ചയാണ്. ഇപ്പം ഇന്നലത്തെ കളി കഴിഞ്ഞിട്ട് നൗഷാദ് മൂസ പറഞ്ഞു, വി ഹാവ് ഓൺലി 2 days ഓഫ് ട്രെയിനിങ് ടു പ്രിപ്പയർ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ്. 2 ദിവസത്തെ ട്രെയിനിങ് മാത്രമേ ഞങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ കിട്ടുകയുള്ളൂ എന്നാണ്. സോ ബ്ലാസ്റ്റേഴ്സിന് ഒരു ദിവസം കൂടി അധികം ലഭിച്ചതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് മുതലെടുക്കാൻ കഴിയണം. ഇവിടെ ഡിഫൻസ് ശക്തമാക്കണം. എങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.